അതില് ഇനിയിപ്പോ 2 ലോങ് കൈകൊട്ടിക്കളിയുടെ വീഡിയോ ഇടുന്നു. അയ്യോ! എടാ മോനെ അതെന്താ ചെയ്യേണ്ടതെന്നറിയോ? വൈറ്റിയിൽ കയറുക, ഈ കോപ്പിറൈറ്റ് എന്ന് കാണിക്കും, കോപ്പിറൈറ്റ് പിടിച്ച് ഞെക്കുക. അപ്പൊ അവിടെ ഓപ്ഷൻസ് കാണിക്കും താഴെ വരുമ്പോ എഡിറ്റ് ഓപ്ഷൻസിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിനകത്ത് സൊല്യൂഷൻ കാണിക്കും, അല്ലെങ്കിൽ എറേസ് അല്ലെങ്കിൽ ട്രിം ഉണ്ടാവും. അതെ. അതിനകത്ത് ഒരെണ്ണം ഉണ്ടല്ലോ എണ്ണം കോപ്പിറൈറ്റ്. അയ്യോ അതിന്റെ പേരെന്താ? അയ്യോ എന്തോ ഇത് ക്ലെയിം ചെയ്യാൻ കോപ്പിറൈറ്റ് ക്ലെയിമിന്റെ തന്നെ വേറൊരു അപ്പീൽ സംഭവം ഉണ്ടോ? പറയും. കണ്ടന്റ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്തുണ്ട്. അതിൽ കോപ്പിറൈറ്റിന്റെ ചെക്ക് ദ വീഡിയോ ലിസ്റ്റ് എന്ന് പറഞ്ഞ് നോക്കിയാൽ കോപ്പിറൈറ്റിന്റെ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഈ കോപ്പിറൈറ്റിന് എന്ത് കണ്ടാലും മോണിറ്റൈസേഷൻ സമയത്ത് ഒന്നും ഇതാവില്ല കേട്ടോ, എല്ലാം തിരിച്ചു പോകും. അതെ, ഞാൻ എന്റെ എല്ലാം. പക്ഷെ എന്താന്ന് പറയാ, ഞാൻ ഒറ്റയ്ക്ക്, അതായത് ഒരു പാട്ട് മാത്രം ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു രാത്രി കൂടി ഇവിടെ വാങ്ങിയവ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പാട്ടിനുണ്ടല്ലോ എനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്, അത് മുഴുവത്തിനും. പക്ഷെ ഞാൻ ഇതൊരു കുറെ മലയാളം പാട്ട് കൂടി ഒരു MP3 ജൂക്ക് ബോക്സ് പോലെ ആക്കിയിട്ടു അരമണിക്കൂറിന്റെ. അതിനകത്ത് പക്ഷെ ആ പാട്ടിനകത്ത് വെറും 2 മിനിറ്റിന് കോപ്പിറൈറ്റ് വന്നിട്ടുള്ളൂ. ആണോ? ദേ പിടിക്കുന്നതിനും അപ്പൊ തെറ്റുണ്ടോ? ഏക്കും വട്ടാവും ചില സമയത്ത്. ഈ പറഞ്ഞിട്ട് കാര്യണ്ടോ? പുള്ളി ഇതെല്ലാം കൂടെ നോക്കി സെറ്റ് ആവണ്ടേ? അതേല്ലേ. 2 പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടായിരുന്നു. ഒരു രാത്രി കൂടി വിടവാങ്ങ, അല്ലെങ്കിൽ ഒരു രാത്രി കൂടിയുണ്ട്. അതെ, അല്ലെങ്കിൽ എത്രയോ ജന്മമായി. എത്രയോ ജന്മമായി. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതാണ് ഷോർട്സ് ഡിലീറ്റ് അടിച്ചത്. കാത്തു പോവല്ലേ എന്ന് പറയുന്നത്. കാത്തു പോവാണോ? കാത്തു പോവല്ലേ മുട്ടേന്ന് പറഞ്ഞ് ഞാൻ ആരുടെയൊക്കെയോ കമന്റ് ഇടയ്ക്ക് മിസ്സായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരസ്പരം സ്നേഹം കൊടുക്കുന്ന ഒക്കെ ഞാനൊന്ന് വിട്ടു തരും കേട്ടോ. സോൾ എല്ലാം ഡിലീറ്റ് ആക്കിയോന്ന് ചോദിക്കുന്നത്. നാളെ ചേച്ചി നാളെ തരാം. കാത്തു നാളെ വരും കേട്ടോ. കാത്തു പോവല്ലേ മുത്ത, എവിടെ ഇരിക്കുക? അവിടെ ഇരുന്നോളൂ കേട്ടോ. നിന്റെ ബ്രോ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതാണ് ഷോർട്സ് ഡിലീറ്റ് അടിച്ചത്. ഒന്നുകൂടെ പറയാമോ കോപ്പിറൈറ്റ് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന്? കോപ്പിറൈറ്റ് ഡിലീറ്റ് ചെയ്യണ്ടായിരുന്നോന്ന് നേഹ. അത് കോപ്പിറൈറ്റ് ഡിലീറ്റ് ചെയ്ത് ബാൻ ചെയ്ത് ഡിലീറ്റ് ചെയ്യണം നിന്റെപ്പാ. നമ്മുടെ കോപ്പിറൈറ്റ് ആണെങ്കിൽ നമുക്ക് ആ സോങ് എറേസ് ചെയ്ത് കളയാം. ക്ലെയിം ആണെങ്കിൽ ബാൻ കിട്ടുന്നത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് ചെയ്യുമ്പോൾ വൈറ്റി തന്നെ റിമൂവ് ചെയ്ത് കളയും. അതിന് മുമ്പ് നമ്മൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, ഇല്ലെങ്കിൽ അത് മോണിറ്റൈസേഷന് പണിയാവും. ബാൻ കിട്ടിയത് റിമൂവ് ചെയ്യാം. കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നെങ്കിൽ നമുക്ക് അതിന് ഓപ്ഷൻസ് വരും. ഇറേസ് സോങ്, ട്രിം ഔട്ട്, അല്ലെങ്കിൽ ചേഞ്ച് ദ സോങ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. എന്റേത് കോപ്പിറൈറ്റ് ക്ലെയിം ആയിരുന്നു വന്നത്. അത് പക്ഷെ എനിക്ക് മെസ്സേജ് മെൻഷൻ ഉണ്ടായിരുന്നു, ദ ഓണർ അലൗസ് യു ടു യൂസ് ദ ഇത് ഇൻ യൂട്യൂബ്. പക്ഷെ സ്റ്റിൽ ഞാനത് നാളെ അവര് പണി തന്നെങ്കിലേ. ദേവി എനിക്ക് വേണ്ടി ഒരു പാട്ട്. നഹാസോട്ട വന്നല്ലോ. ചക്കരമുത്ത് വന്നു. ചക്കരമുത്ത് പൊന്നും കെട്ട. എത്ര മണിക്കൂർ പോയതെന്ന് പറയുന്നത്? 4 മണിക്കൂർ പോയി. ഞാൻ കുറച്ചു നേരം ഇരുന്നു, പിന്നെ കൊച്ചിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ ഞാൻ തിരക്കായി പോയത്. നാളെ ചുമ്മാ ഇരുന്നിട്ട് നോക്കിക്കോ. അയ്യോ നാളെ എനിക്ക് ബിസി ആണല്ലോ, നാളെ എനിക്ക് സമയമില്ല. ഞാൻ ചെറുതോണി മുതല് ഇവിടം വരെ ഇരുന്നു, അടിമാലി വരെ നോക്കിക്കോ. ദേവി ചേച്ചിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ദേവി ഒരു പാട്ടെന്ന്. ഇതിലേത് പാട്ടാ വേണ്ടേ? ഒരു രാത്രി കൂടിയും എത്രയോ ജന്മമായും പറഞ്ഞില്ലേ? ഏത് പാട്ടാ വേണ്ടേ? എത്രയോ ജന്മമായല്ലേ? പൂജാവിന്റെ എത്രയോ ജന്മമായല്ലേന്നോ? പറഞ്ഞില്ല പൂജാബിംബെന്ന് ഞാനങ്ങ് മനസ്സിൽ പെട്ടെന്നങ്ങ് വന്നതാ. ഇപ്പൊ നിനക്ക് എത്രയോ ജന്മമായി ആണോ വേണ്ടേ, ഒരു രാത്രി കൂടിയാണോ വേണ്ടത്? ഏതായാലും 2 വരെ ഉള്ളത് ഞാൻ പാടും. അതെ, വേണ്ട, നമ്മുടെ ലിംഗപ്പന് വേണ്ടി നമ്മുടെ ദേവി പാടും. ഞാൻ പാടിക്കഴിഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മേളിൽ അത് ഏരിയറിനാർന്ന് പറഞ്ഞേ ഒരു പാട്ട് പാടുമ്പോ ചേച്ചി സപ്പോർട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാ ഡിലീറ്റ് അടിച്ചേ. കേട്ടില്ലേ ഇവിടുന്ന്. പിന്നെ എനിക്ക് മെയിൽ വന്നത് ടെറിട്ടറി ബാൻ ആണ്, നോ പ്രോബ്ലം എന്നും ഉണ്ടായിരുന്നു. പക്ഷെ ചിലത് ഇട്ടപ്പോൾ തന്നെ ബ്ലോക്ക്ഡ് എന്ന് വന്നിട്ടുണ്ട്. എടാ ഇങ്ങനെ ഒത്തിരി വന്നു കഴിഞ്ഞാൽ അങ്ങനെ വ്യൂസിന് പിന്നെ പ്രശ്നമാവും തോന്നല്ലേ? സോറി. അതുകൊണ്ട് ഇട്ടോളൂ എന്ന് പറയുന്നുണ്ട്. ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോയാലോ? മൊത്തം ഞാൻ അവിടെ ഇരുന്നോണം. ഇവിടെ പാട്ട് അങ്ങനെ ബ്ലോക്ക്ഡ് എന്ന് കാണിച്ചത് അപ്പൊ തന്നെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന്. ഓക്കെ, ഞാൻ പൊക്കോട്ടെ. പോകണ്ട, അവിടെ ഇരിക്കും. അവള് പാട്ട് പാടിയിട്ട് പോയാൽ മതി. അവിടെ ഇരിക്കും. ഞാൻ വിളിച്ചിട്ട് കിട്ടിയോടാ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.